الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദുൽഹിജ്ജ 8 മിനായിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനെത്തിയിട്ടുള്ള ആളുകൾ ഒഴുകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അറഫ ദിവസത്തിൽ അഥവാ ദുൽഹിജ്ജ 9 അറഫയിൽ സംഗമിക്കുകയും ഒരേ വസ്ത്രത്തിൽ ഒരേ മനസ്സുമായി ഒരേ ലക്ഷ്യത്തിൽ വിശ്വാസി സമൂഹം ഒന്നിക്കുന്ന ആ അറഫ സംഗമത്തിന് ശേഷം രാത്രിയോടടുക്കുമ്പോൾ മുസ്ദലിഫയിലേക്ക് അവർ നീങ്ങുകയാണ്.
അങ്ങനെ മുസ്ദലിഫയിൽ രാപ്പാർത്ത് വീണ്ടും ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങളിൽ മിനയിലേക്ക് തിരിച്ചെത്തുകയും അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ആത്മീയമായി വളരെ ഉയർച്ചയിലും ലക്ഷ്യപ്രാപ്തിയിലേക്കും എത്തുന്ന ഒരു വലിയ നിർവൃതിയും അനുഭൂതിയുമായിരിക്കും വിശ്വാസികൾക്കുണ്ടാവുക. ഹജ്ജിന് വേണ്ടി കൊതിച്ചിട്ട് ഇനിയും അതിന് സാധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു എത്രയും വേഗത്തിൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കയും മിനയും അറഫയും മുസ്ദലിഫയുമെല്ലാം ഒരു നോക്ക് കാണുവാനും അവിടെയെല്ലാം ഒന്ന് ചുറ്റി സഞ്ചരിക്കുവാനും അവിടെയുള്ള ഇബാദത്തുകളിൽ പങ്കെടുക്കുവാനും ഒക്കെ കൊതിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നത് നമുക്കറിയാം. നമ്മുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അതിനായി കയ്യിൽ കിട്ടുന്ന ചില്ലറകൾ കൂട്ടിവെച്ച് വർഷങ്ങൾ കാത്തിരുന്ന് യാത്രയായിട്ടുള്ള ആളുകളുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഫലൈസ അഹദുൻ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളും തന്നെ ഉണ്ടാവുകയില്ല ഇല്ലാ വഹുവ യഹിന്നു ഇലാ റുബിയത്തിൽ കഅബത്തി വത്തവാഫ്. 5 നേരവും നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ആ കഅബയെ ഒന്ന് നേർക്ക് നേരെ കാണുവാനും ആ കഅബയുടെ ചുറ്റും ഒന്ന് തവാഫ് ചെയ്യുവാനും കൊതിക്കാത്ത മനസ്സ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫന്നാസു യഖ്സിദൂനഹാ മിൻ സാഇരിൽ ജിഹാത്തി വൽ അഖ്താർ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും മനുഷ്യന്മാർ അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അവിടെ എത്തിയ എല്ലാവരും സമ്പന്നരാണ് എന്ന് കരുതേണ്ടതില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കയ്യിൽ വരുന്ന ചെറിയ ചെറിയ പൈസകൾ കൂട്ടിവെച്ച് വർഷങ്ങളുടെ ആഗ്രഹമായി അതിന്റെ സഫലീകരണത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ പുറപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. കാരണം ആ ഹജ്ജിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന പുണ്യങ്ങൾ അത്രമാത്രമുണ്ട്. അതിന്റെ നേട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പാപക്കറകളെല്ലാം കഴുകി റജഅ കയൗമി വലദതുഹു ഉമ്മു, അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ച ആ ദിവസം ആ പിഞ്ചു പൈതലായിരിക്കെ എത്ര കണ്ട് സംശുദ്ധമാകുന്നുവോ അതുപോലെ പാപങ്ങളൊന്നും തീണ്ടാത്ത അവസ്ഥയിലേക്ക് യഥാർത്ഥ ഹാജി, ശരിയായ അർത്ഥത്തിൽ ഹജ്ജ് ചെയ്ത വ്യക്തി മാറിത്തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ സ്വർഗം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ശരിയായ ഹജ്ജിന് സ്വർഗമല്ലാത്ത മറ്റൊന്ന് പ്രതിഫലമില്ല എന്ന്, വേറെ ഒന്നും അതിന് തുല്യമാവുകയില്ല. അതുകൊണ്ട് ആ ഹജ്ജിന് വേണ്ടി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. പക്ഷേ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ നിമിഷം വരെയും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അത്തരക്കാരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആരോഗ്യമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് അവർക്ക് ബാഹ്യമായി ഭൗതികമായി യാതൊരു തടസ്സങ്ങളും ഉണ്ടായിട്ട് ഇല്ലാതിരുന്നിട്ട് ടൂറ് പോകാൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരുടെ കുടുംബമോ ബിസിനസ്സോ ആരോഗ്യമോ സമ്പത്തോ ഒന്നും പ്രശ്നമല്ല. അവർ ഏതെങ്കിലും തരത്തിൽ ആർഭാടങ്ങൾ കാണിക്കുന്നതിന് അവരുടെ കയ്യിൽ പണമുണ്ട്. പക്ഷേ ഹജ്ജിന് വേണ്ടി ആ കഅബയുടെ അടുക്കലേക്കൊന്ന് എത്തുവാൻ അതിന് പടച്ച റബ്ബിന്റെ തൗഫീഖ് വേണം. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം, ആരോഗ്യവും സൗകര്യവും ഉണ്ടായതുകൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പടച്ച റബ്ബ് ബാധ്യതയാക്കിയ ഒരു നിർബന്ധ കർമ്മം എല്ലാ വർഷവും വേണമെന്ന് പറഞ്ഞില്ല, 10 വർഷത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞില്ല അല്ലാഹു. മറിച്ച് ആയുസ്സിൽ ഒരിക്കലെങ്കിലും ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, സൗകര്യമുള്ള ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കഅബയുടെ അടുക്കൽ ഒന്ന് എത്തുവാൻ അവിടെ അള്ളാഹു കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഹജ്ജിന്റെ ഉംറയുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നത് അയാളുടെ മേൽ അള്ളാഹ് ഏൽപ്പിച്ചൊരു ബാധ്യതയാണ് എന്ന്. സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിന് മനസ്സ് വെക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫൽയമുത് ഇൻശാഅ യഹൂദിയൻ ഔ നസ്റാനിയ, അയാൾ വേണമെങ്കിൽ ക്രിസ്ത്യാനിയോ ജൂതനോ ആയി മരിച്ചു കൊള്ളട്ടെ എന്ന്. അഥവാ വിശ്വാസിയാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് അയാളുടെ ജീവിതവുമായി സമ്പത്തുമായി ബന്ധപ്പെടുമ്പോൾ അതിനൊന്നും സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്തിന് മുസ്ലിം എന്ന് പറയുന്നു എന്നതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ, അഥവാ ആരോഗ്യമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്കും ആ മക്കയിലെത്തുവാൻ സാധിക്കും എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പറയുവാൻ സാധിക്കുന്ന ആരെങ്കിലും അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിൽ തീരുമാനിക്കുക, ഉറപ്പിക്കുക, ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാനും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മക്കയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു എളുപ്പമാക്കി തരും. പടച്ചറപ്പ് നൽകിയ നിഅമത്തുകളെല്ലാം അള്ളാഹു നൽകിയതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, അത് നമ്മൾ മറന്നു പോകരുത്. ഏത് സമയത്തും അത് തട്ടിത്തെറിപ്പിക്കുവാൻ, എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദീനിന്റെ കാര്യങ്ങളിൽ, പടച്ചറബ് പറഞ്ഞ വിഷയങ്ങളിൽ വിസ്മരിക്കുകയില്ല, മറന്നു പോവുകയില്ല. സഹോദരങ്ങളെ, ഹജ്ജിന് പങ്കെടുക്കാത്ത ആളുകൾക്കും ഈ പുണ്യ ദിവസങ്ങളിൽ പല പുണ്യങ്ങളും ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉളുഹിയ്യത്ത്, ബലികർമ്മം എന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗചരിത്രങ്ങൾ നമ്മൾ അയവിറക്കുമ്പോൾ വാർദ്ധക്യത്തിൽ ചരിത്രം പറയുന്നത് പോലെ 80-ാമത്തെ വയസ്സിൽ വളരെ കാലം കാത്തിരുന്ന, പ്രാർത്ഥിച്ച് കൊതിച്ചു കിട്ടിയ ആ സന്താനത്തെ, ഇസ്മായിൽ എന്ന് പറയുന്ന ആ പിഞ്ചു പൈതലിനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബലിയർപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിലെ 102-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കിട്ടിയ പിഞ്ചു പൈതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇസ്മായിൽ എന്നുള്ള പൈതൽ വളർന്നു വലുതായി തന്റെ വാപ്പയുടെ കൈപിടിച്ച് സഞ്ചരിക്കുവാൻ, കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാകുന്ന പാകത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഒരു സ്വപ്ന ദർശനം, അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിപ്പ് കൊടുക്കുന്നു. ആ സന്ദർഭത്തിൽ ഇസ്മായിലിനെ എനിക്ക് നൽകിയ റബ്ബാണോ എന്റെ മനസ്സിൽ വലിയ സ്ഥാനമുള്ളത്, അതല്ല എന്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവുമായ ഇസ്മായിലാണോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കടന്നു വരാറുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണോ, പടച്ചറബിന്റെ താല്പര്യങ്ങൾക്കാണോ എന്റെ ജീവിതത്തിൽ മുൻതൂക്കമുള്ളത്, ഞാൻ വില കൽപ്പിക്കുന്നത്? അതല്ല എന്റെ ദേഹേച്ഛകൾക്കും എന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനും എന്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും താല്പര്യങ്ങൾക്കുമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത് രംഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശങ്കിച്ചില്ല, മടിച്ചില്ല. ഇസ്മായിൽ എന്ന് പറയുന്ന ആ പിഞ്ചു പൈതലിനെയുമായി, അഥവാ ആ പിതാവിനോടൊപ്പം ഓടി നടക്കുവാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോകുന്ന ഒരു രംഗം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യക്കുരുതയെ ആഗ്രഹിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല. അതിന് പകരമായി അള്ളാഹു വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹത്തായൊരു മൃഗത്തെ, നല്ല ഒരു മൃഗത്തെ പകരം നൽകുകയും അതിനെ ബലിയറുക്കുവാൻ നിർദ്ദേശിക്കുകയും ആ പരീക്ഷയിൽ ഏറ്റവും നല്ല രൂപത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാനോളം പ്രശംസിക്കുകയും ചെയ്തതാണ് ഈ സന്ദർഭങ്ങളിൽ, ഈ ഇബാദത്തുകളിൽ, ഈ ദിവസങ്ങളിൽ എല്ലാം നാം ഓർക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ എത്ര കണ്ട് താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാവരും സമ്പന്നരായ വലിയ വലിയ പണക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം, യാതൊരു സംശയവുമില്ല. അല്ലാത്ത ആളുകൾ ചെയ്യണ്ട എന്നല്ല, ആ ബലികർമ്മത്തിൽ പങ്കുചേരുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഖുർആൻ പഠിപ്പിച്ചതാണ്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നത് ഖുർആൻ നിർദ്ദേശിച്ച കാര്യമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പറയൂ പ്രവാചകരെ, തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ പടച്ച റബ്ബിന് വേണ്ടിയാണ്. ഐ അഖ്ലിസ് ലഹു സ്വലാതക വദബീഹതക, അഥവാ നിന്റെ ആരാധനാ കർമ്മങ്ങൾ, നിന്റെ ബലികർമ്മങ്ങൾ, നിന്റെ നമസ്കാരം അത് പടച്ച റബ്ബിന് ഇഖ്ലാസോടുകൂടി യാതൊരു തരത്തിലുള്ള കലർപ്പുകളും കളങ്കങ്ങളും കടന്നു വരാതെ പടച്ച റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട്
നീ നമസ്കരിക്കണം, ബലികർമ്മങ്ങൾ അർപ്പിക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. ആളുകളോട് കിടമത്സരം നടത്തിക്കൊണ്ടല്ല, അയാളെക്കാളും വലിയ മൃഗം എന്റേതായിരിക്കണം എന്നൊരു യാഇന്റെ ഒന്നും മനസ്സിൽ വരാതെ പടച്ചറബിന് ഏറ്റവും മുന്തിയത് ഞാൻ നൽകുന്നു എന്ന രീതിയിൽ അള്ളാഹ് പറഞ്ഞ ആ ഒരു കർമ്മത്തിലേക്ക് നിങ്ങൾ തയ്യാറാകണം. ഫഇന്നൽ മുശ്രികീന കാനൂ യഅ്ബുദൂനൽ അസ്നാമ വയദ്ബഹൂന ലഹാ. കാരണം മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പൂജിക്കുകയും അവക്ക് മുമ്പിൽ ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു. അത് നിഷ്കാസനം ചെയ്തുകൊണ്ട്, അങ്ങനെയല്ല, ഇബാദത്തിന്റെ എല്ലാം പടച്ചറബിന് മാത്രം സമർപ്പിക്കണമെന്ന സന്ദേശം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച വലിയൊരു ആരാധനയാണ് ബലികർമ്മം, ഉളഹിയത്ത് എന്നുള്ളത്. അത് പണക്കാരായ അതിസമ്പന്നരായ ആളുകൾ മാത്രം ചെയ്യേണ്ടതല്ല, മറിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരു മൃഗത്തിൽ, ഒരു മാടാണെങ്കിൽ അഥവാ പശു, കാള, പോത്ത്, എരുമ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒട്ടകം പോലെയുള്ള മൃഗങ്ങളിൽ 1 മുതൽ 7 വരെയും ആളുകൾക്ക് ഷെയർ ചേരാം. അങ്ങനെ കൂടി അത് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ആടാണെങ്കിൽ ഒരാൾക്ക് അഥവാ ഒരു കുടുംബത്തിന് അതിൽ വേറെ ആളുകളെയോ ആരെയും പങ്കുചേർക്കുവാൻ പാടുള്ളതല്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ സഹോദരങ്ങളെ, ഒരു 8,000 9,000 രൂപ 7 ആളുകൾ കൂടി എടുത്താൽ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉരുവിനെ വാങ്ങിക്കുവാൻ സാധിക്കും. അല്ല, ഒരു 10,000 രൂപയാണ് എങ്കിലും നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ ആ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ദീനിന്റെ ഷിആറിനെ, അള്ളാഹു കൽപ്പിച്ച ആ നിയമത്തെ ആദരിക്കുവാനും അതിൽ ഭാഗവാക്കാകുവാനും സാധിക്കുക എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആടിനെയാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ആ ആടിന് 1 വയസ്സ് തികഞ്ഞിരിക്കണം. ഏതെങ്കിലും 10 500 രൂപയുടെ ലാഭം നോക്കി അതിന്റെ പ്രായമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരു ആടിനെ അറുക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന രീതിയിൽ ഉദ്ഹിയ്യത്തിന്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാതെയുള്ള അറവാകുവാൻ പാടില്ല. മാടുകളാണെങ്കിൽ, കാള, പോത്ത് പോലെയുള്ളതാണെങ്കിൽ 2 വയസ്സ് തികഞ്ഞിരിക്കണം. ഒട്ടകമാണെങ്കിൽ 4 വയസ്സ് പൂർത്തിയായിരിക്കണം. എങ്ങനെ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങൾ, ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ അധ്യാപനങ്ങൾ വളരെ വ്യക്തമായിട്ടും അതിനെ നിഷേധിക്കുന്നവരും യുക്തി ചോദിച്ച് പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് അള്ളാഹ് പറഞ്ഞു തരുന്ന രൂപത്തിൽ ചെയ്യുക എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ യുക്തി. ആളുകൾക്ക് മുമ്പിൽ, മനുഷ്യ ദൈവങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ഇഷ്ടദേവന്മാർക്കും ദേവികൾക്കും മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ അതല്ല പടച്ചറബിന്റെ മുന്നിൽ ചെയ്യേണ്ട ഇബാദത്തായി അള്ളാഹു പഠിപ്പിക്കുന്ന ആ കാര്യം അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖറ ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും നല്ല മനുഷ്യന്മാർ, മഹാന്മാരായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള ബഹുമാന സൂചകമായി അവരുടെ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി ബലിയറക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്തരം ആരാധനകൾ, അത്തരം ചടങ്ങുകൾ ഒന്നും ഇസ്ലാമിലില്ല. മറിച്ച് നിങ്ങൾ പടച്ചറബിന്റെ പേരിൽ റബ്ബിനെ മാത്രമായി സമർപ്പിക്കണം. ഭൂമിയിലെ സർവ്വതിനെയും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നതാണ്. അതും വലിയൊരു യുക്തിയായി, പാഠമായി ഉദ്ഹിയ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ജീവജാലങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കേണ്ട മനുഷ്യൻ, നമുക്ക് വേണ്ടി പടച്ചറബ് സൃഷ്ടിച്ചു തന്ന ആ ജീവജാലങ്ങൾക്ക് മുമ്പിൽ അവയെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് അവയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന, ആരാധനകൾ അർപ്പിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. അവയെ മനുഷ്യരെക്കാൾ മഹത്വവൽക്കരിച്ചുകൊണ്ട് പോകുന്ന ആളുകളും ഈ കാലഘട്ടത്തിൽ കുറവല്ല, അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞത് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചറബ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹ് പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതുപോലെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഖലഖൽ ജിന്ന വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചറബിന്റെ നിയമങ്ങൾ അംഗീകരിച്ചനുസരിച്ച് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നും ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ മൃഗത്തെ അറുത്തതിനു ശേഷം, ബലിയർപ്പിച്ചതിന് ശേഷം കുഴിച്ചു മൂടുവാനോ കത്തിച്ചു കളയുവാനോ അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പോഷകമൂല്യമുള്ള ആ മാംസാഹാരം ആളുകൾക്ക് എല്ലാവർക്കും ലഭ്യമാകണം. അതിനുവേണ്ടി കൂടിയാണ് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. പ്രയാസപ്പെടുന്ന ദരിദ്രരായ ആളുകൾ ഉണ്ടാകും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരെ നിങ്ങൾ തീറ്റിപ്പിക്കണം, അതേപോലെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണം.
എന്നാണ് അതിന്റെ മാംസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ നമ്മൾ നേരത്തെ കേട്ട 28ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹജ്ജിനെ സംബന്ധിച്ചുള്ള വിളംബരം നടത്തുക. അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ്? ആ വിളംബരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർവഹിച്ചു. അതിന്റെ മഹത്വവും പുണ്യവും മനസ്സിലാക്കി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദൂര ദേശങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് നടന്നും അതേപോലെ തന്നെ വാഹനപ്പുറത്തും എല്ലാമായി ആ ഹജ്ജിന്റെ പരിസരങ്ങളിലേക്ക് ആ കർമ്മങ്ങൾക്ക് വേണ്ടി എത്തും. ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് അല്ലാഹു നിശ്ചയിച്ച അനുഗ്രഹങ്ങൾ കണ്ട് അനുഭവിക്കുവാനും, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ആ ദിവസങ്ങളിൽ പടച്ചറബിനെ ധാരാളമായി അല്ലാഹുവിന്റെ നാമങ്ങൾ പ്രകീർത്തിക്കുവാനും, അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നാൽക്കാലി മൃഗങ്ങളെ അല്ലാഹു നൽകി അവയെ ബലിയർപ്പിക്കുവാനും അതിന്റെ മാംസം അവർക്ക് ഭക്ഷിക്കുവാനും ഒക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അനുഗ്രഹങ്ങളെ അടുത്തറിയുവാനും. അതുകൊണ്ട് ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, മറ്റൊന്ന് അറഫ ദിവസമാണ്, ദുൽഹിജ്ജ 9ാമത്തെ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, കർമ്മമാണ് അറഫ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് രോഗികളായ ആളുകൾ പോലും സ്ട്രക്ചറിൽ അവരെ എടുത്തുകൊണ്ടുവന്ന് അറഫയിൽ നിൽക്കേണ്ടുന്ന ആ സമയത്ത് ഒരല്പനേരമെങ്കിലും അവിടെ ഒന്ന് കയറിയിറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഹജ്ജ് കിട്ടുകയില്ല എന്നാണ്. ആ മഹത്തായ അറഫ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ, അറഫ ദിവസത്തേക്കാൾ അള്ളാഹു ഓരോ അടിമകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര മഹത്വമുള്ള, ധാരാളക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ലഭ്യമാകുന്ന വേറൊരു ദിവസം ദുനിയാവിലില്ല എന്നാണ്. അള്ളാഹു ധാരാളക്കണക്കിന് അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾ റബ്ബിനോട് ആത്മാർത്ഥമായി കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നരകമുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി സമ്മേളിച്ചിട്ടുള്ള ആളുകൾ അവരുടെ പൊടിപുരണ്ട വസ്ത്രവും ജടകുത്തിയ മുടിയുമൊക്കെയായി അള്ളാഹുവിലേക്കുള്ള തേട്ടവും മനസ്സുമായി സമ്മേളിക്കുന്ന ആളുകൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല മനസ്സുള്ള ആളുകളോട് കനിവും ആർദ്രതയുമുള്ള സമ്പത്തും സൗകര്യങ്ങളുമുള്ള ഒരാളുടെ അടുക്കൽ ചെന്ന് ആരെങ്കിലും കെഞ്ചി ചോദിച്ചാൽ, അവർ കരഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ പറഞ്ഞാൽ ഏത് മനുഷ്യനും കൊടുക്കാതിരിക്കും. എന്നാൽ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ്, അവന്റെ കയ്യിൽ ഒന്നിനും കുറവില്ലാത്ത ആ റബ്ബിന്റെ അടുക്കലേക്കാണ് ലോകത്തിന്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, മൈലുകൾ താണ്ടി ആളുകൾ എത്തിയിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചറബിനോട് മാത്രം ചോദിക്കാൻ. അതുകൊണ്ട് യുബാഹി ബിഹിമുൽ മലായിക, പടച്ചറബ് അഭിമാനം കൊള്ളും ആ ഹജ്ജിന് സമ്മേളിച്ചിട്ടുള്ള അറഫയിൽ സംഗമിച്ച വിശ്വാസികളെ നോക്കിക്കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പടച്ചറബ് തട്ടാത്ത തേട്ടങ്ങൾ ചോദിക്കുവാനുള്ള അവസരമാണ് അറഫയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരേ വസ്ത്രത്തിൽ ഒരേ മനസ്സോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്, പടച്ചവനെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ എത്തിയിരിക്കുന്നു, നിനക്കാകുന്നു സർവസ്തുതിയും, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, എന്റെ ആശ്രയവും അവലംബവും എന്റെ പ്രതീക്ഷയും പ്രത്യാശയും പടച്ചവന് നീയാണ്. അതുകൊണ്ട് എന്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിർവഹിച്ചു തരേണമേ എന്ന പ്രാർത്ഥന അതൊരിക്കലും പടച്ചറബ് തട്ടിക്കളയുകയില്ല. ചോദിച്ചത് തരാൻ സന്നദ്ധനാണ് റബ്ബ്. ഉജീബു ദഅവത്തദ്ദാ, അള്ളാഹുവിനോട് ദഅവത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളുടെയും ദുആ പടച്ചറബ് നിഷ്ഫലമാക്കുകയില്ല എന്ന്. എന്നാൽ ആ ദിവസത്തിലെ ദുആക്കും ദിക്റിനും, അഥവാ ദുൽഹിജ്ജ 9 ദുആ ദിക്റുകൾക്ക് പ്രത്യേകമായ സ്ഥാനവും പരിഗണനയുമുണ്ട്. ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്നാണ്. അപ്പൊ ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ആളുകൾക്കും
ആ ദിവസത്തിന്റെ പുണ്യത്തിൽ, പവിത്രതയിൽ പങ്കുചേരുവാൻ സാധിക്കും. ആ ദിവസത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ദിക്റുകൾ അധികരിപ്പിക്കുവാൻ സാധിക്കും, ദുആകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഹാജിമാർക്ക് മാത്രമാണ് എന്നല്ല, ലോകത്തുള്ള എല്ലാവർക്കും അറഫാ ദിവസത്തിലെ പ്രാർത്ഥന, അറഫാ ദിവസത്തിന്റെ ദുൽഹിജ്ജ 9 ആ പുണ്യമായ പവിത്രമായ ദിവസത്തിൽ നാം നടത്തുന്ന ദിക്ർ ദുആകൾ, അതിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അർത്ഥം നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല, അവൻ സർവശക്തനാണ് എന്ന് പറയുന്ന ആ പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ തട്ടി ഉരുവിടുവാൻ നമുക്ക് സാധിക്കണം. ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് ആ ദിക്റുകൾ ചൊല്ലാൻ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും റബ്ബിനോട് ചോദിക്കാൻ ഒക്കെ പറ്റുന്ന അവസരമാണ്. നമ്മളത് നഷ്ടപ്പെടുത്തരുത്. മറ്റൊന്ന്, ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായി പറഞ്ഞ സംഗതിയാണ് ദുൽഹിജ്ജ 9 ദിവസം അഥവാ പെരുന്നാളിന്റെ തലേ ദിവസം അറഫ നോമ്പുണ്ട് എന്നത്. സുന്നത്തായൊരു നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതൽ മാദിയ വൽ ആതിയ. അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ അത് നിമിത്തം പുറത്തു തരുമെന്ന് ഞാൻ പടച്ചറബിനെ കൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. ഇഹ്തിസാബോടുകൂടി പടച്ചറബ് എന്റെ പാപങ്ങൾ പൊറുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ് അറഫാ ദിവസത്തിലെ നോമ്പ് അഥവാ പെരുന്നാളിന്റെ തലേ ദിവസത്തെ നോമ്പ്. പലപ്പോഴും വലിയ ആശങ്കയും ആശയക്കുഴപ്പങ്ങളും ആളുകൾ സൃഷ്ടിക്കാറുണ്ട്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കക്ഷി തിരിഞ്ഞ് അതിന്റെ പേരിൽ വാക്കും വഴക്കും വക്കാടവും ഒക്കെ ആകുന്നതിന് പകരം വളരെ ലളിതമായി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അറഫയിൽ നിൽക്കുന്ന സമയത്താണോ നമ്മൾ നോമ്പെടുക്കേണ്ടത്? അതല്ല പെരുന്നാളിന്റെ തലേ ദിവസം ദുൽഹിജ്ജ 9 നോമ്പെടുക്കേണ്ടത്? ശാസ്ത്രീയമായ സൗകര്യങ്ങളും ഭൗതികമായ പുരോഗതികളും ഒക്കെ നമുക്കുണ്ടായത് ഏറി വന്നാൽ 10 50 വർഷം. അതിനു മുമ്പ് ഇവിടെ ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറക്ക് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിലൊക്കെ ഹജ്ജും ഉംറയും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും മക്കയുടെ പരിസരത്തുള്ള ആളുകൾക്കല്ലാത്ത ആർക്കും ഇന്ന ദിവസമാണ് അവർ അറഫയിൽ സംഗമിച്ചത് എന്ന് അറിയാനും കാണാനും കേൾക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിലപ്പോൾ 1 2 ദിവസങ്ങൾ വ്യത്യാസത്തിലൊക്കെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ദിവസങ്ങൾ അവരുടെ കാഴ്ചയനുസരിച്ച് മാസപ്പിറവിയുടെ വ്യത്യാസമനുസരിച്ച് ഒക്കെ കർമ്മങ്ങൾ നടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ സൗകര്യങ്ങൾ കൂടി അല്ലെങ്കിൽ പുരോഗതികൾ അധികരിച്ചു എന്നതിന്റെ പേരിൽ നമ്മളൊരു ആശയക്കുഴപ്പത്തിന് നിൽക്കേണ്ടതില്ല. നമ്മുടെ മാസം അനുസരിച്ച് നമ്മൾ കണ്ട മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ അഥവാ പെരുന്നാളിന്റെ തലേ ദിവസം അതാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. നമ്മുടെ ഞായറാഴ്ച, പെരുന്നാൾ തിങ്കളാഴ്ചയാകുമ്പോൾ ഞായറാഴ്ചയാണ് നോമ്പെടുക്കേണ്ടത്. അല്ലാതെ അവിടെ ആളുകൾ കൂടിയ സമയത്ത് നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന വൈരുദ്ധ്യങ്ങളും ഒന്ന് ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതേ സമയത്ത് ലോകത്തിന്റെ നേരെ വിപരീതമുള്ള ദിശയിൽ കിടക്കുന്ന ആളുകൾക്ക് രാത്രിയായിരിക്കും. രാത്രി നോമ്പില്ലല്ലോ. നമ്മെ തന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അവർ അറഫയിൽ സംഗമിക്കുന്നതിന് മുമ്പ് 2.5 മണിക്കൂർ മുമ്പ് നമ്മൾ നോമ്പെടുക്കും. അറഫയിൽ സംഗമിക്കുന്ന അതിന്റെ തീഷ്ണമായ സമയം അസർ മഗ്രിബിന്റെ ഇടയിലുള്ള സമയമാണ്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അഭിമാനിക്കുമെന്ന് പറയുന്ന ആ സമയം നമ്മൾ ഐക്യദാർഢ്യം വിട്ടേച്ചുകൊണ്ട് നോമ്പ് മുറിക്കുന്ന സമയമാണ്. അപ്പൊ എങ്ങനെ അത് യോജിക്കും? ഇങ്ങനെ ഭൗതികമായ ലോജിക്കും യുക്തിയും നോക്കിയല്ല നമ്മൾ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അറഫ ദിവസം എന്നത് പേരുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ യൗമു തർബിയ, യൗമു അറഫ, അയ്യാമു തശ്രീഖ്, യൗമുൽ നഹർ എന്നൊക്കെയുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മങ്ങളുടെയും ഭാഗമായി ഇസ്ലാം പറഞ്ഞ പ്രയോഗങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ വേണ്ട. ആ നോമ്പ് അതിന്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കി അള്ളാഹ് പൊരുത്തപ്പെടുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെരുന്നാളിൻ്റെ തലേ ദിവസത്തിൽ മുതൽ തക്ബീർ അഥവാ ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകളുണ്ട്. അത്തക്ബീറുൽ മുഖയ്യദ് എന്നാണ് അതിന് സാങ്കേതികമായി പറയാറ്. എന്നാൽ അത്തക്ബീറുൽ മുത്ലഖ്, നിരുപാധികമായി നമുക്ക് തക്ബീർ ചെല്ലാം, അത് ദുൽഹിജ്ജ 1 മുതൽ എപ്പോഴും നമുക്ക് ചെല്ലാവുന്നതാണ്. മുഖയ്യദായി ഓരോ നമസ്കാരത്തിന്റെയും ശേഷം നമ്മൾ തക്ബീർ ചൊല്ലൽ അറഫ ദിവസത്തിന്റെ അഥവാ ദുൽഹിജ്ജ 9-ന്റെ സുബ്ഹി മുതൽ ചെയ്യണമെന്നതാണ് സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് ദുൽഹിജ്ജ 13 അയ്യാമുത്ത ശരീഖിന്റെ അവസാനത്തെ അസർ നമസ്കാരം വരെയുമാണ് അതിന്റെ കാലയളവുള്ളത്. ഓരോ വക്തിന്റെയും ശേഷം നമ്മൾ തക്ബീർ ചൊല്ലുന്നത് ആ അടിസ്ഥാനത്തിലാണ്. പിന്നെ പെരുന്നാൾ ദിവസം അറബിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. യൗമുൻ നഹർ എന്നാണ് അതിന്റെ പ്രത്യേകമായ പേര്. ഹജ്ജിന്റെ ഭാഗമായി അന്നാണ് ബലികർമ്മങ്ങൾ കാര്യമായി നടക്കുക എന്നുള്ളത് കൊണ്ട് അന്ന് ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ 11, 12, 13 വരെയുമുള്ള ദുൽഹിജ്ജ 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ബലിയർപ്പിക്കാൻ സാധിക്കും. മൃഗത്തെ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടായി എങ്കിൽ 13-ാം തീയതി വൈകിട്ട് വരെ അതിനുള്ള സമയമുണ്ട് എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ പെരുന്നാൾ ദിവസം ഇൻഷാ അല്ലാഹ് ജൂലൈ 17 തിങ്കളാഴ്ച നമുക്ക് ബലിപെരുന്നാൾ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, പുതിയതെടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കയ്യിലുണ്ടായാലും ചില ആളുകൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന രീതിയിൽ അന്ന് ഏറ്റവും പാപ്പരായ ഏറ്റവും പാവപ്പെട്ടവന്റെ കോലത്തിൽ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല. സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളിൽ, അതിന്റെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിട്ട് വേണം നമ്മൾ ഉണ്ടാകാൻ. ആ സന്ദർഭങ്ങളിൽ ധാരാളമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക്, മഴയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നമസ്കാരം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഈദ്ഗാഹിലായിരിക്കും. 7:15 രാവിലെ കൃത്യമായി നമസ്കാരം തുടങ്ങുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാലേക്കൂട്ടി വുളു ചെയ്ത് കയ്യിൽ മുസല്ല കരുതിക്കൊണ്ട് തന്നെ അവിടെ എത്താൻ ശ്രദ്ധിക്കണം. അപ്പൊ പോകുന്ന വഴിക്കും തിരിച്ചു വരുമ്പോഴുമൊക്കെ തക്ബീർ ചൊല്ലുക എന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ആണുങ്ങൾ മാത്രം പോയാൽ പോരാ, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും പോകണം. കാരണം ആ സന്തോഷത്തിൽ നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്ത്രീകൾ വരെയും പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ എല്ലാ പുണ്യങ്ങളും നന്മകളും കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയായ, നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത കുവൈത്തിലെ തീപിടുത്തം, നമ്മുടെ നാട്ടിൽ മഴ കൊണ്ട് പൊറുതിമുട്ടിയ സന്ദർഭത്തിൽ ഏറ്റവും ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് കുവൈറ്റ്. അവിടെ എന്താണ് തീ പടർന്നതിന്റെ കാരണമെന്ന് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി അതിൽ അകപ്പെട്ട പല ആളുകളുടെയും കുടുംബങ്ങളുടെ വ്യസനവും സങ്കടങ്ങളും ഒക്കെ ഇന്നത്തെ വാർത്തകളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളും പ്ലാനുകളുമായിട്ടുള്ള ആളുകൾ വീട് പണിയാൻ വേണ്ടിയുള്ള നിയ്യത്തോടു കൂടി പോയി വീട് പണി കഴിപ്പിച്ച് അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആ ഡെഡ് ബോഡിയാണ്, അല്ലെങ്കിൽ ഡെഡ് ബോഡിയെ ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്.
ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ. അവിടെ ജാതിയും മതവും ഒന്നല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അവിടെ ആ പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ പങ്കുചേരുന്നതോടൊപ്പം അവരുടെ കുടുംബങ്ങൾക്ക്, അവർക്ക് ഒക്കെ വന്നിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും സത്യവിശ്വാസികളെ എല്ലാവരെയും അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.